ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ബാക്കി ഒരു പരീക്ഷയിലും അല്ലെങ്കിൽ ബാക്കി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇത് ചെയ്യൂല. പക്ഷെ ഹൈക്കോർട്ടിൽ റാങ്ക് ഡിസൈഡിങ് ഫാക്ടറാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഞാൻ അൽഫിൻ. ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കാൻഡിഡേറ്റ്സിനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? ഡിസ്ക്രിപ്റ്റീവ് ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ബാക്കി ഒരു പരീക്ഷയിലും അല്ലെങ്കിൽ ബാക്കി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഇത് ചെയ്യൂല. പക്ഷെ ഹൈക്കോർട്ടിൽ റാങ്ക് ഡിസൈഡിങ് ഫാക്ടറാണ്. ആൻഡ് ദ എക്സാം ഡിസേർവ്സ് ഇറ്റ്. ഓഫ് കോഴ്സ്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, എന്തെല്ലാമാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. യെസ്. എന്താണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 3 സ്റ്റെപ്പാണ് അല്ലേ മിസ്സേ? അതെ, 3 സ്റ്റെപ്പാണ്. ആദ്യത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 100 മാർക്കിലുള്ള OMR എക്സാം ആണ്. ഈ എക്സാമിന് 40% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് വാലുവേറ്റ് ചെയ്യും? ഡിസ്ക്രിപ്റ്റീവ് വാലുവേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അന്നത്തെ ദിവസം ഡിസ്ക്രിപ്റ്റീവ് എഴുതിയേ പറ്റുള്ളൂ. ഇതിൽ ക്വാളിഫൈ ചെയ്തിട്ട് അടുത്ത റൗണ്ട് ഡിസ്ക്രിപ്റ്റീവ് എഴുതാം എന്നല്ല. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഒപ്പം തന്നെ എന്ത് ചെയ്യണം? ഡിസ്ക്രിപ്റ്റീവിന് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. കാരണം 40 മാർക്സ് മതി. ഒബ്ജക്റ്റീവില് 40 മാർക്സ് മാത്രം മതി. ഡയറക്റ്റ്ലി എന്തിലേക്ക് പോകാം? അതിന് വളരെയധികം പ്രോബബിലിറ്റി കൂടുതലാണ്. കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ് മാർക്ക് വരുന്നത് ഇംഗ്ലീഷിനാണ്. പിന്നെ മാത്സ് ഉണ്ട്, GK ഉണ്ട്. എന്തിലും ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. ഒരു ഡെഡിക്കേറ്റഡ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ആൻഡ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഫോർ നമ്മുടെ OMR ടെസ്റ്റ് വരുന്നതും ഇംഗ്ലീഷിൽ നിന്നാണ്. യെസ്. അപ്പോ ഒബ്ജക്റ്റീവിന് 40 മാർക്ക് ഉണ്ട് എങ്കിൽ, 40% മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലേക്ക് പോകാവുന്നതാണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആൻഡ് ഫൈനലി ഇന്റർവ്യൂ 10 മാർക്ക്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 60 മാർക്ക്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഹോട്ട് ടോപ്പിക്. ആൻഡ് ഓബ്വിയസ്ലി ഡിസ്ക്രിപ്റ്റീവ് എക്സാം. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്? നമ്മൾ പറഞ്ഞു 60 മാർക്കാണ്. പക്ഷേ നമുക്കിതെന്താണ്, മറ്റൊരു പരീക്ഷയായിട്ടാണ് ഇത് നടത്തുന്നത്. കണ്ടിന്യൂസ് എക്സാം അല്ല, ഓപ്ഷണൽ എക്സാം അല്ല. നമ്മളിത് എഴുതണം ആൻഡ് മറ്റൊരു ആൻസർ ഷീറ്റിലാണ് നമ്മൾ ഈ സാധനം എഴുതുന്നത്. ആസ് എ ഹോൾ ഡിഫറെന്റ് എക്സാം. എന്തൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് മെയിൻ ആയിട്ട് 3 ഭാഗമാണ് ഡിസ്ക്രിപ്റ്റീവിൽ വരുന്നത്. ഒന്ന് കോംപ്രിഹെൻഷൻ നോർമൽ എക്സാംസിലെ കോംപ്രിഹെൻഷൻ പോലെ അല്ല. അതായത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആദ്യ കാലത്തുള്ള പരീക്ഷകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പേപ്പറിന്റെ കൂടെ അല്ലെങ്കിൽ OMRന്റെ കൂടെ ഡിസ്ക്രിപ്റ്റീവ് ഈ പറയുന്ന കോംപ്രിഹെൻഷൻ ഉണ്ടാവുമായിരുന്നു. MCQs ആയിരുന്നു. പക്ഷേ ഇതിൽ ഇങ്ങോട്ട് മാറ്റുമ്പം, ഇതിൽ നിങ്ങൾ എത്ര പേര് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും അറിയില്ല. അതൊരു ബുക്ക്ലെറ്റ് ആണ്. ഒരു പാസേജ്, കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പാസേജ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും സ്പെസിഫിക് സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് കോംപ്രിഹെൻഷന്റെ ആൻസർ എഴുതുന്നത്. അല്ലാതെ നമ്മൾ MCQs ആയിട്ടല്ല ആ കോംപ്രിഹെൻഷൻ വരുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഡിസ്ക്രിപ്റ്റീവ് വരുന്ന ഒരു ഭാഗം എന്ത് തന്നെയാണ്? നമ്മുടെ കോംപ്രിഹെൻഷൻ തന്നെയാണ്. അവിടെ അപ്പൊ പിന്നെ എളുപ്പമല്ലേ എന്ന് ചിന്തിക്കരുത്. കാരണം അവിടെ എളുപ്പമൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ 2 പ്രധാനപ്പെട്ട ചലഞ്ചസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ടൈം. നിങ്ങളുടെ ടോട്ടൽ എക്സാമിന്റെ ടൈം കൺസ്യൂം ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വില്ലനാണ് കോംപ്രിഹെൻഷൻ. കോംപ്രിഹെൻഷൻ മാത്രമല്ല, എല്ലാ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഓൾറെഡി ബുക്ക്ലെറ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ട്. ഈ സ്പേസ് കൺസ്ട്രെയിൻ ഉപയോഗിക്കാൻ വേണ്ടി ചിന്തിച്ച് നമുക്ക് സമയം പോകാം. എഴുതേണ്ട സെന്റൻസുകൾ, സിൻടാക്സ് എല്ലാം ശ്രദ്ധിച്ച് നമുക്ക് സമയം പോകാം. നോക്കുമ്പോൾ സിമ്പിൾ ആണ്. നമുക്ക് ചോദ്യം ഇവിടെ കിടപ്പുണ്ടല്ലോ, ആൻസർ അവിടെ കിടണ്ടല്ലോ. ബട്ട് അതിൻ്റെ അകത്തുള്ള ഹിഡൻ പ്രശ്നമാണ് ടൈം മാനേജ്മെന്റ്. കോംപ്രിഹെൻഷന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവണമെന്നില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്ത് നമ്മൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ്. അതൊക്കെയാണ് അവിടുത്തെ ചെറിയ കുട്ടി ചലഞ്ച് എന്ന് പറയുന്നത്. ബട്ട് പ്രാക്ടീസ് അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് കോംപ്രിഹെൻഷന്റെ പ്രാക്ടീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം? ഗോൾഡൻ ടിപ്പ് ഒന്ന് മാത്രമേ ഉള്ളൂ, പത്രം വായിക്കുക എന്നുള്ളത്. പെർട്ടിക്കുലർലി എഡിറ്റോറിയൽസ്. റീഡിംഗ് ഹാബിറ്റ് ബെറ്റർ ആക്കുക. നമ്മളെ റീഡിംഗ് സ്പീഡ്, നമ്മൾ വൊക്കാബുലറി ഐഡന്റിഫിക്കേഷൻ, ടോൺ ഐഡന്റിഫിക്കേഷൻ, കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഈ 4 കാര്യമാണ് ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. ബട്ട് നമുക്ക് ഇതിന്റെ അകത്ത് വലിയൊരു സാധനമുണ്ട്. ഇതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പരിപാടി, റൈറ്റിംഗ് എന്ന് നോക്കാം. അപ്പം ആദ്യത്തെ കാര്യം, ഇന്ന് മുതൽ പത്രം വായിക്കുക. ഇതുവരെ വായിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല, നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, സമയമുണ്ട്. സോ പത്രം വായിച്ചു തുടങ്ങുക. ടിപ്പ് നമ്പർ 1. ഓക്കെ. ഇനി നമ്മുടെ പ്രിസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ കാര്യമുള്ളൂ, 3-1 ചെറുതാക്കുക, സിമ്പിൾ ആക്കുക. നമുക്കൊരു പാരഗ്രാഫ് വരും. ഈ പാരഗ്രാഫിന്റെ അതേ ടോണ്, അതേ ഇന്റൻഷൻ, അതേ കോണ്ടെന്റ് ഇത് നിലനിർത്തിക്കൊണ്ട് ഇത് ഏറ്റവും ചുരുക്കുക അല്ല,
1-ൽ 3 ചുരുക്കുക. അതായത് 100 വാക്കുകളുള്ള ഒരു കോംപ്രിഹെൻഷൻ ആണ് നിങ്ങൾക്ക് തരുന്നെങ്കിൽ 30 വേർഡ്സിലായിരിക്കും നിങ്ങൾ അത് ചെറുതാക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പൊരുള് വിടാൻ പാടില്ല. അതിനൊരു ഒരു സത്ത് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കളയാൻ പാടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. നോ ഐഡിയ ഷുഡ് ബി ലോസ്റ്റ്. യെസ്. അതോടൊപ്പം തന്നെ ടൈറ്റിൽ ആ പാസേജിനെ മനസ്സിലാക്കണം, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കണം. അല്ലെ, പലപ്പോഴും കുട്ടികൾ മറന്നു പോകും ടൈറ്റിൽ കൊടുക്കാൻ. ആ ഒരു ധൃതിയിലും വെപ്രാളത്തിലും ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ കൊടുത്ത് വേണം നിങ്ങൾക്കൊരു റഫ് വർക്ക് വേണമെങ്കിൽ ചെയ്യാം, അതിനുശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അപ്പൊ ആ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോയാൽ മതി. അപ്പൊ ഇതാണ് ബേസിക്സ് ഓഫ് പ്രിസി റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മിസ്സേ, നമുക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, നമുക്ക് എളുപ്പം മാർക്ക് നേടാൻ പറ്റുന്നതും നിങ്ങളുടെ മാർക്ക് എത്ര പോകുമെന്ന് ഡിഫൈൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സെറ്റാണ് ഷോർട്ട് എസ്സേ എന്ന് പറയുന്നത്. മാക്സിമം 150 വേർഡ് എസ്സേ ആയിരിക്കും വരുന്നത്. 2 എണ്ണം വരും. 3 എണ്ണം തന്നിട്ട് 2 എണ്ണം എഴുതാൻ പറയും. 3 ടോപ്പിക് വരും, അതിലേതെങ്കിലും 2 ടോപ്പിക് എഴുതാം. ഇവിടെ നമ്മൾക്ക് വീണ്ടും വി കം ബാക്ക് ടു ന്യൂസ് പേപ്പർ റീഡിങ്. ഇതിന്റെ ടോപ്പിക് സെലക്ഷൻ എന്തായിരിക്കും വരാൻ സാധ്യതയുള്ള ടോപ്പിക്ക്, ഏത് ടോപ്പിക്കിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. നമ്മൾ ഒരിക്കലും നമ്മളുടെ ഇൻഡിവിജ്വൽ എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ പാടില്ല. സ്ട്രിക്ട്ലി നമ്മളെ വ്യൂ പോയിന്റ്സ് കൊണ്ടുവരാൻ പാടില്ല, പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ്ലി ഫാക്ച്വൽ ആയിട്ട് നിലനിന്നുകൊണ്ട് ആർഗ്യുമെന്റ്സ് കീപ്പ് ചെയ്യുക, ആർഗ്യുമെന്റ്സിനെ വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യുക. ഈ ഇത്രയും കീ പോയിന്റ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് എസ്സേ എഴുതുക എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഒറ്റ വഴിയുള്ളൂ, എഴുതി പഠിക്കുക എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന എസ്സേസ് എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് കീ ഏരിയാസ് ആണ്. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ആൻഡ് AI ട്രെൻഡാണ്, ഉറപ്പാണ്. കറന്റ്ലി എക്സാംസ് എഡ്യൂക്കേഷൻ സിസ്റ്റം കാരണം ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. CBSE മാറ്റം, ലാംഗ്വേജിൽ മാറ്റം, NEP വരുന്നു, അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു. സോ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. AI ഇമ്പോർട്ടന്റ് ആണ്. വിമൻ എംപവർമെന്റ് എവർഗ്രീൻ ടോപ്പിക് ആണ്, അല്ലെ? അപ്പം ഇതൊക്കെ അവിടെ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക. എഡിറ്റോറിയൽസ് വായിക്കുക എന്ന് മാത്രമല്ല, ഇത് എഴുതി നോക്കുക. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇങ്ങനെ നമുക്കൊരു സെന്റൻസിനെ നമുക്ക് ഫ്രെയിം ചെയ്യാം. പക്ഷെ നമ്മൾ എഴുതി തെറ്റാതെ ഇരുത്താതെ നമ്മൾ ഒരിക്കലും ഇത് മനസ്സിലാക്കില്ല, നമ്മൾ മാസ്റ്റർ ചെയ്യില്ല. ആൻഡ് ബിലീവ് മീ, നമ്മളെ കുറച്ചധികം വർഷത്തെ ഡിസ്ക്രിപ്റ്റീവ് ട്രെയിനിങ്ങിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, എഴുതി തെറ്റി പഠിക്കുന്ന ഒരാളുടെ അത്രയും ഒരിക്കലും ഹൗവർ എക്സ്പേർട്ട് യു ആർ ഇൻ ഇംഗ്ലീഷ് നമ്മൾ എത്തില്ല. എഴുതി പഠിക്കുക, എസ്സേയുടെ ആ ഒരു പേസിങ്, വേർഡിങ്, ആ സമയത്തുള്ള നമ്മുടെ ഐഡിയ ഫ്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വരണം. ഇതാണ് നമ്മുടെ ടൈമിങ്ങിന്റെ വള്ളി വരുന്നത്. ഇത് നമ്മൾ പ്രാക്ടീസിലൂടെ, അതും ടൈം ഫ്രെയിം വെച്ച് നമ്മളെ മോക്ക് ടെസ്റ്റുകൾ പോലെ തന്നെ ചെയ്ത് പഠിച്ചാലേ നമുക്കത് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പാരഗ്രാഫ് റൈറ്റിംഗിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങൾ അധ്യാപകർക്കാണ്. ടീമിനാണ്. കാരണം ഇത് പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എസ്സേ റൈറ്റിംഗ് ഇങ്ങനെ എഴുതണം, അങ്ങനെ എഴുതണം, ഇതൊക്കെ പറയാൻ വളരെ വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് വാല്യൂ ചെയ്തു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അവരവരുടെ തെറ്റ് മനസ്സിലാക്കണമെങ്കിൽ അവരിത് എഴുതണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ റെഡ് ലൈൻ മാർക്ക് ചെയ്തല്ല, നമ്മൾ ഓൺ പേഴ്സൺ നമ്മൾ ഇവരുടെ തെറ്റെന്താണ്, ഇവരെവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള ഗൈഡൻസ് കൊടുക്കണം. സാമ്പിൾ ഒരു ടോപ്പിക് തരുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സാമ്പിൾ എസ്സേസ് കൊടുക്കുക. ഈ രീതിയിലൂടെയാണ്. അപ്പൊ തുടക്കത്തിലേ നിങ്ങളുടെ എസ്സേ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഇവിടുത്തെ സ്ട്രാറ്റജി. ഇവിടുത്തെ സ്ട്രാറ്റജി ആദ്യത്തെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരിക, നിങ്ങളെ കൊണ്ട് എഴുതിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സാമ്പിൾ എസ്സേസ് തരിക. ആൻഡ് വൺസ് ഒരു 2-3 എസ്സേ കഴിയുമ്പോൾ നിങ്ങൾ ഒരു തരത്തിൽ റിഫൈൻഡ് ആവും. ഈ റിഫൈൻഡ് ആയിട്ടുള്ള എസ്സേസ് പിന്നെ ഞങ്ങൾക്കത് ഇവാലുവേറ്റ് ചെയ്ത് തരാൻ പറ്റും. പിന്നീടുള്ള കറക്ഷൻസ്, എവിടെയാണ് അതിന് കറക്ഷൻസ് വേണ്ടത്, എന്തൊക്കെയാണ് തിരുത്തേണ്ടത്, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. സോ ഇതാണ് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നിങ്ങൾ നോക്കേണ്ടത്. 60 മിനിറ്റിൽ ഈ 3 കാര്യങ്ങൾ കഴിയണം. അതിൽ കോംപ്രിഹെൻഷൻ ഒരു വില്ലൻ തന്നെയാണ് സമയമെടുക്കുന്ന കാര്യത്തിൽ. കാരണം നമുക്കറിയാം അതിന്റെ ആൻസർ അവിടെയുണ്ട്, വിട്ടുകളയാൻ നമുക്ക് തോന്നില്ല. അതൊന്ന്. പ്രിസി റൈറ്റിംഗ് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് നമ്മളവിടെ കാണുന്നത്, അല്ലെ? എസ്സേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേഗ ഐഡിയ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. കാരണം ടോപ്പിക് ഇന്നതാണ്, എവിടെ നിന്നൊക്കെയാ വരിക നമുക്കൊരു ഐഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കോഡ്സ് പഠിച്ചു വെക്കും, പല കാര്യങ്ങളും, പല ഫിഗേഴ്സ് നമ്മൾ പഠിച്ചു വെക്കും. സോ എസ്സേയും നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകും. പക്ഷെ പ്രിസി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ടോട്ടലി അൺനോൺ ആയിട്ടുള്ളൊരു സാധനത്തിലേക്കാണ് നിങ്ങൾ ചെന്ന് കയറുന്നത്. അപ്പൊ അതിന്റെ ഒരു കണ്ടന്റ് മാറാതെ സ്വന്തം വേർഡ്സിൽ എഴുതുക എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രാക്ടീസ്. ഒറ്റ വാക്കുള്ളൂ. ഇത് എല്ലാത്തിലും ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് പഠിച്ചിട്ട് പോകാനല്ല, പ്രാക്ടീസ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് പോയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ ഇന്ന് മുതൽ തീരുമാനിക്കുക എന്തെഴുതുക.
ന്യൂസ് പേപ്പർ വായിക്കുക. ന്യൂസ് പേപ്പർ വെറുതെ വായിക്കുക. മനസ്സിലാവില്ല രണ്ടാമത്തെ കാര്യം. ഇപ്പൊ ഇവിടെ വരുന്ന കുറച്ച് പ്രിജുഡിസംസ് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും പറ്റത്തില്ല. തെറ്റാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 പ്രാവശ്യത്തെ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം ഷരൺ എപ്പോഴും പറയാറുണ്ട് എനിക്ക് പറ്റുമെങ്കിൽ മറ്റാർക്കും പറ്റും. നമ്മുടെ ചാനലിൽ ഷരണിന്റെ വീഡിയോ ഉണ്ട്. ഈ വീഡിയോടൊപ്പം ഞാൻ എൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഷരൺ പഠിച്ചതൊക്കെ, ഷരണിനെ സംബന്ധിച്ചോളം ഇംഗ്ലീഷ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷ, പഠിക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു വ്യക്തി 23-ാമത്തെ വയസ്സിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. അതിൽ അദ്ദേഹത്തിന് 40ാം റാങ്ക് കിട്ടി. ഇപ്പൊ കഴിഞ്ഞ 4-3 വർഷമായിട്ട് നമ്മുടെ കേരള ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഒരിക്കലുമില്ല, നമുക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ഒരു ബുദ്ധിമുട്ട് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് തന്നെ കാണുക. ഈ ഒരൊറ്റ എക്സാമിനല്ല, ഇന്ത്യയിൽ നടക്കുന്ന പല എക്സാംസും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ. അടുത്തൊരു പ്രിജുഡിസം എന്ന് പറയുന്നത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ UPSC എക്സാംസ് എഴുതി പഠിച്ചിട്ടുള്ളവർക്കാണ് ഇത് പറ്റുക. അങ്ങനെയൊന്നും അല്ല. വളരെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും നമ്മൾ കാണാറുണ്ട് UPSCയുടെ എക്സസൈസ് ഷീറ്റിൽ ആൻസർ ചെയ്യുന്നവരുണ്ട്, സാധാ പേപ്പറിൽ ആൻസർ ചെയ്യുന്നവരുണ്ട്. ആൻഡ് ഫ്രം അവർ എക്സ്പീരിയൻസ് പറയുകയാണ്, ദർ ഇസ് നോ മച്ച് ഡിഫറൻസ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ അണ്ടർ കോൺഫിഡന്റ് ആവേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ഓൾ ദി പ്രിജുഡിസംസ് കീപ്പ് അപ്പാർട്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് കളത്തിലിറങ്ങി പഠിക്കുക. പഠിച്ചാൽ ജോലി കിട്ടുന്ന ഒരു പരീക്ഷയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. നോട്ടിഫിക്കേഷൻ വന്നാൽ ഫിക്സഡ് ടൈമിൽ എക്സാം നടക്കും, റിസൾട്ട് വരും, എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കും. ആൻഡ് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടും വരും, അവരവരുടെ റിക്രൂട്ട്മെന്റും സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് പഠിക്കണോ, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പുതിയ ബാച്ചിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8590202323 കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളോടൊപ്പം ഒരു വലിയൊരു സന്നാഹം തന്നെ ഇവിടെ ഉണ്ട്. കാരണം ഇത് ഇംഗ്ലീഷിന് വെയിറ്റേജ് ഉള്ള ഒരു എക്സാം ആണ്. ഒരുപാട് പേരുടെ ടീം വർക്കിലൂടെയാണ് ഈ ഒരു എക്സാമിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ ആർക്കും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആവാം. അത് CC ഉറപ്പാണ്. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.